ലൈവ് ചൂട് പൊറോട്ട, അതുപോലെ ചൂട് ദോശ, ലൈവ് അപ്പം വന്നിട്ടുണ്ട്, ചിക്കൻ റോസ്റ്റ് ഉണ്ട്, ബീഫ് കറി ഉണ്ട്, താറാമുട്ട കറി ഉണ്ട് കേട്ടോ. പിന്നെ ഗ്രേവി എല്ലാവർക്കും ഒന്നുമില്ല, നിങ്ങൾ സ്റ്റുഡൻസിനൊക്കെ കൊടുക്കാൻ വേണ്ടി ഗ്രേവി. സ്റ്റുഡൻസിനൊക്കെ ചിക്കൻ അവിടെ പാഴ്സ് കറി ചിക്കൻ നല്ല ചിക്കൻ കറിയെക്കാട്ടി ടേസ്റ്റോടെ ഉണ്ടാക്കുന്ന ഗ്രേവി. ശരി, ഫ്രീ ആണ്, ഫ്രീ ആയിട്ട് കൊടുക്കും. ഗവൺമെന്റ് ഐറ്റിയിലെ കുട്ടികൾ അവർക്ക് ഫ്രീ, അല്ലാതെ എല്ലാവർക്കും കൊടുക്കാൻ കാണത്തില്ല. കൊല്ലത്ത് 39 വർഷം പഴക്കമുള്ള നല്ല അടിപൊളി പൊറോട്ടയും പൊളപ്പം ബീഫ് ഫ്രൈയും കിട്ടുന്ന പാമ്പാലി ടീ ഷോപ്പ്. അപ്പൊ നമ്മളെ ആ പാമ്പാലി ടീ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ചന്ദനത്തോപ്പാണ് കൊല്ലത്ത്. കാണാം ഇവിടുത്തെ രുചിക്കാഴ്ചകളൊക്കെ. കാലം പോലെ ഈ കടയിൽ നിന്നാണ് ആഹാരം കഴിക്കുന്നത്. 10-40 വർഷമായി കട തുടങ്ങിയിട്ട്. പാവങ്ങളുടെ 5 സ്റ്റാർ എന്ന് അറിയപ്പെടും. ഫുഡ് നല്ല ഫുഡ്, നമുക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ അവരുടെ വീട്ടിലും കഴിക്കുന്ന ആഹാരം ഇതൊക്കെ തന്നെ. പരവാപ്പാക്ക് ഉമ്മാക്ക് കൊണ്ടു കൊടുക്കുന്നതും ഈ ആഹാരം തന്നെ. എനിക്കിപ്പോൾ 30 വയസ്സുണ്ട്. ഏതാണ്ട് ഒരു 10 വയസ്സ് സമയം മുതലേ നമ്മൾ ഏറെക്കുറെ എല്ലാ ദിവസവും നമ്മൾ ഇവിടെ വന്നാണ് രാവിലെ ആഹാരം കഴിക്കുന്നത്. പൊറോട്ടയായാലും അതുപോലെ തന്നെ ബീഫായാലും അപ്പമായാലും ചമ്മന്തിയോ അല്ലെങ്കിൽ സാമ്പാറോ ഒക്കെ ആയാലും വളരെ നല്ല ഒരു കോമ്പിനേഷനാണ്. അപ്പം അതുപോലെ തന്നെയാണ് ഇവിടുത്തെ കടയുടെ മുതലാളിയുടെ മനസ്സും. നമുക്ക് കറി തീർന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കൊണ്ട് കറി തരുന്നു. അതുപോലെ തന്നെ ആവശ്യമുള്ള ആഹാര സാധനങ്ങളെല്ലാം തന്നെ കാശില്ലെങ്കിൽ പോലും അത്യാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാൻ മനസ്സുള്ളൊരു മുതലാളി കൂടി ഉള്ളൊരു കടയാണ് ഈ പാമ്പാലി ടീ ഷോപ്പ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇവിടെ വന്നിരിക്കണം, ഇവിടുത്തെ ആഹാരങ്ങൾ കഴിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ പാമ്പാലിൻ്റെ അകത്ത് കയറിയ കാണുന്ന 2 മോങ്ങളാണ് ഇതവര്. എങ്ങനെ പേരെന്ന് പറയും? എൻ്റെ പേര് നവാസ്. നവാസ് ബായും നൗഷാ ബായും. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം ഒന്ന് പറയും? തുടക്കം ഏകദേശം 40 കൊല്ലമായി കാണുമല്ലേ? 40, 38, 39 കഴിഞ്ഞു. 40 വർഷമായി കാണും. ഫാദറായിട്ട് തുടങ്ങിയതാ. ഇപ്പോൾ ഫാദറിന് ആരോഗ്യം വീട്ടിൽ തന്നെ. പിന്നെ ഇങ്ങനെയൊക്കെ പോകുന്നു. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പവും ദോശ, പൊറോട്ട, ഇടിയപ്പം ഒക്കെയാണ്. പിന്നെ കടലക്കറി, കിഴങ്ങറി, താറാമുട്ടക്കറി, സാമ്പാർ അങ്ങനെയുള്ള ഐറ്റംസ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റം. വൈകുന്നേരങ്ങളിലാണ് ചിക്കൻ ബീഫ് ഫ്രൈയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അത് ഉച്ച ഒരു 2 മണിയാകുമ്പോഴത്തേക്ക് ബീഫ് ഫ്രൈ ആവും. ഉച്ച സമയങ്ങളിൽ ഊണ് കാര്യങ്ങളൊന്നുമില്ല. ഉച്ച സമയങ്ങളിൽ ഇതേപോലെ തന്നെ കാപ്പിയുടെ പരിപാടിയാണ്. ഉച്ച സമയങ്ങളിൽ എല്ലാ ആൾക്കാർ കാപ്പി കുടി. സാധാരണ ഊണ് കടകളിലെ തിരക്ക് സമയത്ത് ഇവിടെ കാപ്പി കുടിക്കുന്ന തിരക്കായിരിക്കും ഉച്ചയ്ക്ക്. ഫ്രൈ ഒക്കെ വൈകുന്നേരത്താണ് കൂടുതലും. രാവിലെ ആവത്തില്ല, അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ച ആൾക്കാർ രാവിലെയൊക്കെ വരുന്നുണ്ട്. ബീഫ് ഫ്രൈയും എന്ന് പറയുന്നത് വൈകുന്നേരത്തേ ഉള്ളൂ. വൈകുന്നേരം കൂട്ടിയാൽ മതി. 2 മണിക്ക് ആവുന്നെങ്കിൽ അതൊന്ന് സെറ്റായി വരണമെങ്കിൽ 3-3:30 ആവും. ചിക്കൻ റോസ്റ്റ് 8-8:30 ആകുമ്പോഴത്തേക്കാവും. പിന്നെ രാവിലെ 6:45 കട തുറക്കും. രാവിലെ 9 വരെ ഫുഡ് എല്ലാം കാണും. ചില ഐറ്റംസ് കാണുന്നത് ഈ ബീഫ് ഫ്രൈ അങ്ങനെയുള്ള ഐറ്റംസിലാണ് കാണുന്നത്. ബാക്കിയെല്ലാം രാവിലെ 7 മണി തൊട്ട് രാത്രി 9:15 വരെ കാണും. ഈ ബീഫ് ഫ്രൈനെ എടുത്ത് പറയുന്നത് ബീഫ് ഫ്രൈക്ക് ആരാധകർ കൂടുതലാണ്. ആരാധകർ തന്നെ ഒരുപാട് കൂടുതലാണ്. ബീഫ് ഫ്രൈ ആൾക്കാർ തന്നെ ഇതാക്കിയതാണ് ബീഫ് ഫ്രൈ. ശരി, നമ്മൾ പോലും അറിയാത്ത രീതിയിൽ ബീഫ് ഫ്രൈ അന്ന് തുടങ്ങിയ കാലം തൊട്ടേ. ബീഫ് ഫ്രൈക്ക് നമ്മൾ ബീഫ് കറിയിൽ തന്നെ ഗ്രേവി കൊടുക്കും. വേറെ ലോക്കൽ ഗ്രേവി ഒന്നും ഉണ്ടാകത്തില്ല. അന്ന് തൊട്ടേ നമ്മൾ ബീഫ് കറി എന്നുള്ള ഗ്രേവി മാത്രമേ ഉള്ളൂ. 10 പൊറോട്ട, 5 ദോശ. പാഴ്സലാണ് ഇവിടുത്തെ മെയിൻ. ആ കീറിയിട്ടിരിക്കുന്ന പേപ്പർ വെച്ച് കഴിയുമ്പോഴേ കാണത്തില്ല. പിന്നെ വീണ്ടും ഉച്ച കഴിഞ്ഞ് കയറണം. സ്റ്റാഫുകൾ ഇവിടുത്തെ മെയിൻ ആൾക്കാരെല്ലാം എല്ലാം സീനിയോറിറ്റി. അപ്പോൾ 20 വർഷം എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫുകളാണ്. തുടക്കകാലം തൊട്ടേ അവർ തന്നെ നിൽക്കുന്നവരെല്ലാം. ഇതാക്കാതെ 20 വർഷമായി. ബാക്കി എല്ലാവരും ചായ അടിക്കുന്ന ആളല്ലേ? എന്താ പേര്? അബ്ദുൽ ഖാദൊക്കെയാണ് ചായ. തമിഴ്നാട്ടുകാർ 2-4 പേരുണ്ട്. അവർ വർഷങ്ങൾ 25 വർഷം കൊണ്ട് ഇവിടെ. മുരുകൻ, മാരിയപ്പൻ, മുത്തു, ശ്രീനിവാസൻ എന്നൊക്കെയുള്ള ഒരു വർഷം കൊണ്ട് ഇവിടെ നിൽക്കുന്നത്. ഇടയ്ക്ക് ചിലപ്പം 6 മാസം ഡിസ്റ്റൻസ് വേണം. പിന്നെ വീണ്ടും തുറന്ന പുസ്തകം മാതിരിയുള്ള കടയല്ലേ, എല്ലാവരും കാണാമല്ലോ. അകത്തൊന്നും കയറി കാണാം, എല്ലാം കാണാം. നല്ല രീതിയിൽ കൊടുത്ത ആളുകൾ തീർച്ചയായിട്ടും വരും. ഒരു പബ്ലിസിറ്റി ഇല്ലെങ്കിലും വരും. ഇപ്പോൾ പിന്നെ സോഷ്യൽ മീഡിയ കാലമായതുകൊണ്ട് ആൾക്കാരിങ്ങനെ ഇടയ്ക്കൊക്കെ കണ്ടൊക്കെ അറിഞ്ഞ് വരുന്നുണ്ട് ദൂരെ നിന്ന്. അതായത് കൊല്ലം ജില്ലയിൽ മലപ്പുറത്തു നിന്നും പാലക്കാട് നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വീഡിയോ കണ്ടെന്നും പറഞ്ഞ് വരുന്നുണ്ട് കഴിക്കാൻ. എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും എപ്പോഴും. കണ്ടില്ലേ, 2 പേര് നിന്ന് പൊറോട്ട അടിക്കണം. അതിന് മുമ്പ് ദോശ, എല്ലാം ലൈവ് പരിപാടികൾ. പൊറോട്ട അടിക്കാൻ 3 പേരാണ്. 3 പേരാണ് പൊറോട്ട അടിക്കാൻ. ഇതാ ഇടിയപ്പം റെഡി ആയിക്കൊണ്ടിരിക്കണം ചൂടോടെ. അപ്പോൾ നവാസ് ഭായ്, ഇനി നമുക്ക് കഴിക്കാം അല്ലേ? മതി. ഓക്കെ. ശരി, അപ്പം എടുത്ത് വെച്ചോ? ഓൾറെഡി അപ്പം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുട്ട താറാവ് മുട്ടയാണ്. നമ്മുടെ അവിടെ കോഴിമുട്ടയാണ്. താറാവ് മുട്ടയും കിട്ടും. പക്ഷേ ഇവിടുത്തെ ബെസ്റ്റ് താറാവ് മുട്ടയാണ്. മുട്ടക്കറി തുടക്കത്തിൽ തന്നെ നാസർ സ്കോർ ചെയ്ത് തുടങ്ങി. മുട്ടക്കറി ഞാനേ നല്ല ബീഫ് കറി പൊറോട്ടയും ചെറിയ പൊറോട്ട കേട്ടോ. ഇവിടെ പൊറോട്ടയ്ക്ക് പത്തിരി എന്നും കൂടി പറയും. പിന്നെ ഇവിടെ ഒരു വേറെ സംഭവം ഉണ്ട്. ചോദിച്ചാൽ പ്രശ്നമാകുമോ? പ്രശ്നമില്ല, ഇവിടെ ചോദിക്കണം. എന്നാൽ 2 പപ്പടം കൂടി വരട്ടെ. പപ്പടം പോകുന്നുണ്ട്. പപ്പടം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നില്ല. പപ്പടത്തിനാണ് തുടക്കവും കൊടുക്കും. അതെ. അപ്പോൾ നല്ല ചൂട് പൊറോട്ട.
നല്ല ബീഫ് കറി അങ്ങനെ വിറകടുപ്പിൽ ഇങ്ങനെ വെന്ത് ഇരിക്കുന്ന കാണുമ്പോ തന്നെ ഞാൻ കൊതി വരും. തുടക്കത്തിലേ ഉം. അപ്പം കഴിക്കട്ടോ. അപ്പം അപ്പം ഓക്കെ. ഒരുപാട് എരിയൊന്നുമില്ല. ബീഫ് കറി എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്യാമേ. ഇത് അത്യാവശ്യം എരിവുണ്ട് കേട്ടോ. കണ്ടില്ല. ഇത് നല്ല എരിവുണ്ട്. ഒന്നും പറയണ്ട. വേറൊരു പരിപാടി ഉണ്ട്. നമ്മൾ ലേശം കൂടി ബീഫ് കറി ഇതിൽ വെച്ചിട്ടേ പപ്പടം എടുത്ത് ആവേശം കൂടി പോകണം. ഓക്കെ, നല്ല പപ്പടം പൊട്ടിച്ചെടുത്ത മസാല, ആ കറി, ബീഫ് പൊറോട്ട. ഇവിടെ അബ്ദുൽ ഖാർക്കാണ് ചായ അടിക്കണത്. അതിൻ്റെ ഓരോ ചായ കൂടി പറയും അല്ലേ? ചായ എന്തായാലും വേണം. നമ്മുടെ അവിടെ എന്തായാലും ഇത് കിട്ടൂല, കഴിക്കാറില്ല. പക്ഷേ ഇവിടുത്തെ സ്പെഷ്യലാണ്. ഞങ്ങളെ മുട്ട കഴിച്ച് കൊതിപ്പിച്ചു. എനിക്കൊരു മുട്ടക്കറി. നല്ല കേസായി. ചിക്കൻ റോസ്റ്റ് കാണുമ്പോൾ തന്നെ കണ്ട ഇങ്ങനെ അല്ലേ? ഒരു പീസ് എടുക്കട്ടെ. ബീഫ് ഓ, ശരിക്കും ദോശയും ചിക്കൻ റോസ്റ്റും കഴിക്കണം. ഇവിടെ ഇവരുടെ ചട്നിയൊക്കെ ഭയങ്കര സ്പെഷ്യലാണ്. ബീഫ് കറി. എന്നാൽ ഞാനൊരു കാര്യം പറയുന്നു, അതിനോട് കിട പിടിക്കുന്ന സാധനമുള്ളത് മസ്റ്റ് ട്രൈ. വാ, 3 ടൈപ്പ് വെജിറ്റബിൾ മാത്രമുണ്ട്. എനിക്കെന്താ ചിക്കൻ കൂട്ടിയിട്ടില്ല. അല്ല, ചിക്കൻ കൂട്ടിയിട്ടില്ല. ഞാൻ എൻ്റെ മറ്റേ മുട്ടക്കറി എടുത്തു, ബീഫ് എടുത്തു. ഇത് രണ്ടും പൊളപ്പനാണ്. ഇവിടുത്തെ ഭാഷ പറഞ്ഞ പൊളപ്പൻ. ഇനി അടുത്ത് ചിക്കൻ ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ദോശ കഴിക്കണ്ടോ? ഞാൻ ദോശയും മുട്ടയും. ദോശ കഴിക്കാം. പൊറോട്ട അടിപൊളി പൊറോട്ടയാണ്. അത് ടേസ്റ്റ് ചെയ്തു, അപ്പം ടേസ്റ്റ് ചെയ്തു. ഇനി ഇവിടുത്തെ ചെറുദോശ, നമ്മുടെ അവിടെയൊക്കെ കുറച്ച് വലുപ്പം കൂടിയതാണ്. ഇത് ദോശ നല്ല ഇതൊന്ന് ദോശ പോകണം. ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അതിന് കൂടെ ചിക്കൻ കറി, ചിക്കൻ റോസ്റ്റ് കേട്ടോ. മസാല അടിപൊളിയാ. മുട്ട എടുക്കുക, കുറച്ചിങ്ങനെ മുക്കുക. ഞാൻ പറഞ്ഞ പോലെ ഈ കുറച്ച് എരിയുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ മുതലുണ്ട് നിങ്ങൾക്ക് വന്നാൽ വൈകുന്നേരം വരെ നല്ല ചൂടായിട്ട് ഭക്ഷണം കഴിക്കാം. അത് ഇവിടുത്തെ തിരക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അത്രയും ഫാൻസ് ഉള്ള ഒരു കട, ആ പഴയ സെറ്റപ്പിലുള്ള കട അല്ലേ? ഒരു മാറ്റം വന്നിട്ടില്ല. അതെ അതെ. അപ്പോൾ എന്തായാലും നിങ്ങൾ കൊല്ലത്തെങ്ങാനും ഈ പരിസരത്തൊക്കെ വരികയാണെങ്കിൽ മസ്റ്റായിട്ട് വന്നിട്ട് ഒരു പ്രാവശ്യം കഴിച്ചോളി. അവരുടെ ജ്യേഷ്ഠനും അനിയനും ആക്റ്റീവായിട്ട് നിന്നിട്ട് മാത്രമല്ല അവരുടെ സുഹൃത്തുക്കളൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ഭയങ്കര ഒരു സഹകരണ സെറ്റപ്പ്. അപ്പോൾ അബ്ദുൽ ഖാദർ ഖാൻ്റെ ചായയോടുകൂടി ഈ പരിപാടി ഇവിടെ സമാപനം കുറിക്കുകയാണ്. അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് നമ്മൾക്ക് നീ മുട്ട കഴിച്ച് കഴിഞ്ഞില്ലേ? പകുതി കഴിക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ അവസാനിപ്പിക്കുകയായിരിക്കും നല്ലത്. എന്താ കാരണം? ഒരാൾ ബാക്കിയുണ്ട്. ആരാണ്? നമ്മുടെ മിസ്റ്റർ സത്താർക്കാ ടാറ്റ കൊടുത്തോ? ഓഫാക്കാം. ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ. വന്ന് കഴിച്ചിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കില്ലേ? അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും അറിയിക്കുക. അപ്പോൾ അത് നമുക്കൊരു പ്രോത്സാഹനമാണ്. ഓക്കെ.